ഞാനും അമ്മയുടെ രാത്രിയമ്മ വാതിലൊക്കെ പൂട്ടിപ്പോ പോകുന്നത് ഞങ്ങളുടെ പാപ്പന്റെ വീട്ടിലേക്കായിട്ട്. അച്ഛൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ എല്ലാ വീട്ടിലും ഇതേ ക്രിസ്മസിന് ലൈറ്റ് ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ആരും അത് ഊരി വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണ് ഇതേ പാപ്പന്റെ വീട്ടിലെത്തി. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മായിമാരും അച്ഛന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ആദുവിന്റെ പുതിയ വിശേഷം നിങ്ങൾക്ക് അറിയണ്ട. ആദുവിന്റെ കാല് നൈസായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടീനെ ഒളിച്ചപ്രാന്തി കളിച്ചായിരുന്നു. കാല് ചെയ്ത കുഴിയിൽ പെട്ടിട്ട് കാലൊടിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ കരിങ്കുട്ടി കലശമാണ് കേട്ടോ. കരിങ്കുട്ടി സ്വാമിക്ക് കലശം വെച്ചിട്ട് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ കലശം കൊടുക്കലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വേണ്ടിയിട്ട് ഇത് തൊഴാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ. കലശത്തിന്റെ അന്ന് കോഴിയറവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല. ഞങ്ങൾ ഇത് അകത്ത് പൂരം അർത്താനായിട്ട്. ഇനി എല്ലാവരും ഇതിന്റെ പ്രസാദം കഴിക്കാനാട്ടോ വെയിറ്റിംഗ്. കാരണം ഇതിന്റെ പ്രസാദം എന്ന് പറയുന്നത് കോഴീനെ അർത്തേന്റെ പാർട്സ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇവിടെ നേർച്ച വെച്ചു കൊടുക്കും. എന്നിട്ട് അത് കഴിക്കാട്ടോ ചെയ്യാം. ആദൂന് ഇതേ ഒന്നിനും പങ്കെടുക്കാൻ പറ്റാതെ അതും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 3 ആഴ്ചത്തെ റെസ്റ്റാണ് അവളുടെ അടുത്ത് പറഞ്ഞേക്കണേ. കാലനക്കാതെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ 6 ആഴ്ച വരെ ഇരിക്കേണ്ടി വരുന്നുണ്ട് പറഞ്ഞേക്കണേ. മാർച്ചിൽ കുട്ടിക്ക് വെച്ചെങ്കിൽ SSLC എക്സാം ഉണ്ട്. ആണുങ്ങൾ എല്ലാവരും കോഴീനെ സെറ്റപ്പ് ആകേണ്ട പരിപാടിയിലാണ് കേട്ടോ. അതിന്റെ തൊലി കളയൊക്കെ വൃത്തിയാക്കി കൊടുക്കായിരുന്നു. പാപ്പം വേഗം നമുക്ക് പ്രസാദം കൊടുക്കാനുള്ള കോഴിയുടെ പാർട്സ് ഉണ്ടല്ലോ ഒക്കെ വേഗം ക്ലീൻ ചെയ്തിട്ട് ഇത് അടുക്കളയിൽ കൊണ്ടുകൊടുത്തു. ഇപ്പൊ അമ്മയും വല്യമ്മമാരും എല്ലാവരും കൂടി അത് ഫ്രൈ ചെയ്യേണ്ട പരിപാടിയിലാണ് കേട്ടോ. പിന്നെ ഇത് എല്ലാവരും കൂടിയിട്ട് വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. മാളു ഇത് ചന്ദ്രന്റെ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് അതിന്റെ പിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറെ നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുക, കളിക്കുക, അതൊക്കെ തന്നെയായിരുന്നു ഒരു മെയിൻ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നേർച്ചയൊക്കെ വെച്ചിട്ട് പ്രസാദം എല്ലാവരും എടുക്കട്ടെ. അപ്പൊ കള്ളൊക്കെ ഉണ്ട്. എല്ലാവരും കള്ളിരുന്ന് കുടിക്കുക. എനിക്ക് മാത്രം കുടിക്കാൻ പറ്റിയില്ല. ഞാൻ അതൊക്കെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രസാദം. കുറച്ചേ ഉള്ളൂ. മറ്റേ കോഴിയുടെ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് നേർച്ച വെച്ചതിന് ശേഷം നമുക്ക് തരണതാണ് കേട്ടോ. ഫുൾ എല്ലാം വന്നാലും ഭയങ്കര ടേസ്റ്റ് ആണ്. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ പ്രസാദമൊക്കെ എല്ലാവരും ഇതേ മിക്സ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കേട്ടോ. മാളു ഇത് എനിക്ക് അതിന് കുറച്ച് ഉണക്കമുന്തിരി മാത്രം പറക്കിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരുന്ന് കഴിച്ചു. അവളാച്ചങ്ങ് മറ്റേ പ്രസാദം കൊടുത്തതിന്റെ കരി ഉണ്ടല്ലോ, മറ്റേ ചിക്കൻ പൊരിച്ചതിന്റെ, അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും വലിച്ചമാരൊക്കെ ഓരോരോ കാര്യങ്ങളിലാണ് കേട്ടോ. ഞാനൊരു ആദ്യേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിട്ടോ. പിന്നെ അരിമണി കുറെ വറുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറക്കി തിന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുള്ളിച്ചാടി നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും ഇത് യൂട്യൂബ് ചാനൽ വെച്ച് ഞാൻ എൻ്റെ വീഡിയോസ് ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കാറുണ്ടോ. എനിക്ക് അച്ഛൻ എൻ്റെ വോയിസിനെ കേൾക്കുമ്പോൾ എന്തോ ഒരു ചടപ്പാണ് കേട്ടോ. പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. എല്ലാവരും കൂടിയിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ. അതുവിന് വെയ്യെങ്കിലും അതും എല്ലായിടത്തേക്കും എത്തൂട്ടാ. പിന്നെ ഇത് നമ്മൾ കട്ടിൽമേൽ ഇരുന്നിട്ട് നമ്മുടെ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കായിരുന്നു കേട്ടോ. ദേവൂട്ടന്റെ പിറന്നാളിന്റെയും ചോറൂണിന്റെ ഒക്കെ. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വേറെ ആരുമല്ല, നമ്മുടെ മാളുവാണ് കേട്ടോ. മാളുവിന്റെ ബർത്ത്ഡേയുടെ ഒക്കെ ഫോട്ടോസ് കുറെയൊക്കെ മിസ്സായിട്ട് അതിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോട്ടോസിൽ ദേവൂട്ടന്റെ ആൽബത്തിൽ ഞാനില്ല കേട്ടോ. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റിന് കൊടുക്കാൻ പോയി അന്നായിരുന്നു ഇവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് എല്ലാവരും കൂടി ഇത് ഫുഡ് കഴിച്ചു. ഇതേ നമ്മുടെ ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ കോഴിയാണ്. അപ്പൊ അത് ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതേ ഫുഡൊക്കെ കഴിച്ച് കണ്ടോ. അതിന്റെ ഇരുത്തം കണ്ടു. ഈ കാല നക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവൾ അതിന്റെ മുകളിൽ കാല് കരിച്ചിട്ടായിട്ട് ഇരിക്കണം. പിന്നെ മാളുവിന്റെ വക ഫ്രീ മസാജ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ കാട്ടെ. സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ എനിക്ക് വലിയ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും വീട്ടിലേക്ക് പോന്നു കേട്ടോ.